CPM ആഹ്വാനം ചെയ്ത ഹർത്താൽ കൊല്ലത്ത് സമാധാനപരമായിരുന്നു. ഇരുചക്ര വാഹനങ്ങൾ ഒഴികെ മറ്റു വാഹനങ്ങളൊന്നും നിരത്തിലിറങ്ങിയില്ല. ഹർത്താൽ ജനജീവിതത്തെ പൂർണ്ണമായും തടസ്സപ്പെടുത്തി. സർക്കാർ ഓഫീസുകളിലെ ഹാജർ നില നന്നേ കുറവായിരുന്നു. ഒറ്റപ്പെട്ട സ്വകാര്യ വാഹനങ്ങളെ ഹർത്താൽ അനുകൂലികൾ തടഞ്ഞതൊഴിച്ചാൽ ജില്ലയിൽ കാര്യമായ അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കടകമ്പോളങ്ങൾ അടഞ്ഞുകിടക്കുകയാണ്. ട്രെയിൻ സർവീസിനെ ഹർത്താൽ ബാധിച്ചിട്ടില്ല. ഹർത്താൽ അനുകൂലികൾ നഗരത്തിൽ പ്രകടനം നടത്തി. ചിന്നക്കട ഗസ്റ്റ് ഹൗസിന് മുന്നിൽ നിന്ന് ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി പ്രസ് ക്ലബ് മൈതാനിയിൽ സമാപിച്ചു. തുടർന്ന് ചേർന്ന യോഗം CPM ജില്ലാ സെക്രട്ടറി K. രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു. അതിശക്തമായ ജനരോഷമാണ് ഇന്ന് കേരളത്തിലൊട്ടാകെ ഇന്ന് പ്രകടിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സൗ ജയരാജനെ കേസിൽ പ്രതിയാക്കാൻ പറ്റിയ ഒരു അന്തരീക്ഷം കുറെ ദിവസങ്ങളിലായി ബോധപൂർവം പത്രമാധ്യമങ്ങളിലൂടെ സൃഷ്ടിച്ചുകൊണ്ടാണ് ഒരു കൊലക്കേസ് പ്രതി എന്ന പ്രതീതി വരുത്തിക്കൊണ്ട് കേസിൽ അറസ്റ്റ് ചെയ്ത് അകത്താക്കാനുള്ള നീചമായ സമീപനം ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ്, ആഭ്യന്തര വകുപ്പ് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ നേരിട്ടുള്ള നിർദ്ദേശപ്രകാരം നടപ്പാക്കിയത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. K. വരദരാജൻ, മേയർ പ്രസന്ന ഏണസ്റ്റ് എന്നിവർ സംസാരിച്ചു. പ്രകടനത്തിന് P. സോമനാഥൻ, അഡ്വക്കേറ്റ് AK. സവാദ്, X. ഏണസ്റ്റ്, K. തുളസീധരൻ, രാജ്മോഹൻ എന്നിവർ നേതൃത്വം നൽകി. ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ശക്തമായ പോലീസ് നഗരത്തിൽ വിന്യസിച്ചിട്ടുണ്ട്. ഹർത്താൽ വൈകിട്ട് 6 സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.